ഭൂമിയും പാടവും തുല്യമായിട്ട് വീതിച്ചിട്ടുണ്ട്. ആർക്കും ഒരു പരാതി ഉണ്ടാവരുത്. ഇപ്പൊ എന്നാത്തിനാ ഇച്ചാച്ച ഇതൊക്കെ എടുത്ത് നിരത്തിയിരിക്കുന്നേ? ഒന്ന് വാ ഇച്ചാച്ച, ഇതൊക്കെ മദ്രാശിന്ന് വന്നിട്ട് നോക്കാം. അടുത്ത നാഴിക ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ലെങ്കിലും പലതും നാളേക്ക് മാറ്റിവെക്കും മനുഷ്യര്. അത് വേണ്ട. എല്ലാം മക്കളെ ഏൽപ്പിക്കുക ഞാൻ. ഇനിയൊരു മടങ്ങിവരവുണ്ടായാൽ പോലും കുടുംബകാര്യമൊന്നും അന്വേഷിക്കാതെ വേദപുസ്തകം പിടിച്ചിരിക്കണം എനിക്ക്. ജോർജിനും മാത്തച്ഛനും എഴുതി വെച്ചതിന്റെ അസല് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കുള്ളതാ. 2 കൈയും നീട്ടി ഇതങ്ങ് വാങ്ങിക്ക്. കർത്താവിനെ മനസ്സിൽ വിചാരിച്ചങ്ങ് വാങ്ങിക്കടാ. വാങ്ങിക്കടാ. ഞാനീ തന്നത് നമ്മുടെ മണ്ണിന്റെ ആധാരവും അതിന്റെ അവകാശവുമല്ല, ഇച്ചാച്ചന്റെയും മരിച്ചുപോയ നിങ്ങളുടെ അമ്മച്ചിയുടെയും ഹൃദയത്തിന്റെ ആധാരവും വിയർപ്പിന്റെ അവകാശവുമാ. അതുകൊണ്ട് നിങ്ങൾക്ക് മണ്ണല്ല, മനസ്സാ തരുന്നത്. ആ മനസ്സിനെ നോവിക്കരുത്. വിറ്റാ കിട്ടുന്ന ചില്ലിക്കാശിനു വേണ്ടി മോഹിക്കരുത്. പണിയെടുക്കണം. മറ്റാരേക്കാളും മറ്റെന്തിനേക്കാളും വിശ്വസിക്കാം മണ്ണിനെ. എനിക്കറിയാത്തല്ലോ ചാച്ച, വിൽക്കില്ല. ആരെ കൊണ്ട് വിൽക്കാൻ സമ്മതിക്കില്ല. അത് മതി. ഒന്നും പറഞ്ഞ് വഴക്കാക്കരുതെന്ന് മാത്രം. ഔതക്കുട്ടി, ഓ നീ വന്നേ. താമസിക്കുന്ന വീടും പുരയിടവും അന്നാമ്മ വാങ്ങി തന്നതല്ലേ അന്ന്? ഞാൻ എന്താ ഒന്നും തരാത്തതെന്ന് നീ എന്നാ ചോദിക്കാത്തെ? കിട്ടിയതൊക്കെ തന്നെ അധികമല്ലേ പൈലോച്ചായ? അല്ല, വടക്കേപ്പുറത്ത് മേലെ കണ്ടത്തിനപ്പുറത്ത് കരഭൂമി കിടപ്പില്ലയോ? 50 സെന്റ് വരും. അത് നിനക്കാ. എന്നാ എനിക്കതൊന്നും വേണ്ട. വാങ്ങിക്കൂട്ടിച്ച ഇച്ചാച്ചന് സന്തോഷമില്ലയോ? എന്റെ യേശു, ഇങ്ങനെ സ്നേഹിക്കാൻ മാത്രം ഞാൻ ആരാ? നീ ആരാന്ന് കണ്ട കാലം മുതല് എന്റെ അന്നാമ്മയുടെ ആങ്ങളയാണെന്ന് കാണുന്നവരോടൊക്കെ പറഞ്ഞിടുന്ന നീ ആരാന്ന്? എന്റെ മക്കളെ നിലത്ത് വെക്കാതെ കൊണ്ടു നടന്ന നീ എനിക്കാരാണെന്ന്? രക്തം കൊണ്ടല്ലടാ, കർമ്മം കൊണ്ടാ ബന്ധം ഉണ്ടാവേണ്ടത്. ഇവനെ സങ്കടപ്പെടുത്തരുത്. ഇവൻ നിങ്ങളുടെ ആരൊക്കെയോ ആണ്.